ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രം നേരെ വരുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അച്ഛൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അച്ഛൻ ചോദിക്കുകയാണ്, എന്തായി മോനെ പോയിട്ട്, അവർ ഷെയർ തന്നോ എന്ന് ചോദിക്കുകയാണ് ഭയങ്കര സന്തോഷത്തോടു കൂടി. അപ്പോൾ അച്ഛ, ഞാൻ അവിടെ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ അച്ഛനോട് പറയുന്നില്ല. അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഹൃദയം ഇനിയും നിന്ന് പോകും എന്ന് പറയാണ്. എന്താടാ മോനെ, എന്താ പറ്റിയത്, നീ പറയടാ. എനിക്കൊരു കുഴപ്പവുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ട് നീ പേടിക്കണ്ട, നീ കാര്യം എന്നിങ്ങനെ പറയുന്നുണ്ട് പ്രകാശൻ. അപ്പോൾ ആ സമയത്ത് ഷെയർ ഒന്നും തന്നില്ല അച്ഛ എന്ന് പറയാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്, അവിടെ ഷെയർ തരാതെ നമ്മൾ ഇത്രയും നാളപ്പോൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതൊക്കെ എങ്ങോട്ട് പോയി, അപ്പോൾ അതൊന്നും തന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഷെയറും തന്നില്ല, കാറും തന്നില്ല, കാറൊക്കെ അവിടെ മേടിച്ച് വെച്ചു എന്ന് വിക്രം പറയാണ്. അപ്പോൾ ആ സമയത്ത് എന്താ മോനെ അവിടെ സത്യത്തിൽ സംഭവിച്ചത്, അവൾ എന്താ പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കമ്പനിയുടെ ഓണർ ആ കാർത്തികയെ അവളെ അമ്മയൊന്നുമല്ല, അപ്പോൾ കാർത്തിക മോളല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അല്ല, അവർ വേറെ ആൾക്കാർക്ക് അത് മറിച്ച് വിറ്റു, കമ്പനി വിറ്റു, ഇപ്പോൾ അവരാണ് ഓണർ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതാരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല അച്ഛ എന്ന് പറയുമ്പോൾ, നീ പറയടാ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ആ കമ്പനിയുടെ ഓണർ എം ഡി ഒക്കെ ആ കല്യാണിയാണ് എം ഡി, കിരണിനൊക്കെയാണ് അവർ കമ്പനി എഴുതി കൊടുത്തിട്ടുള്ളത് എന്ന് പറയണ കേൾക്കുമ്പോൾ പ്രകാശൻ്റെ നെഞ്ച് നിന്ന് പോവുകയാണ്. പ്രകാശൻ നെഞ്ചിൽ ഇങ്ങനെ തടവിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇതുകൊണ്ടാണ് ഞാൻ അച്ഛനോടൊന്നും പറയില്ല എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്ത് പറയാനാണ്, എല്ലാത്തിനും കാരണം അച്ഛൻ തന്നെയാണ്. ആ കല്യാണിയെ കൊല്ലണം എന്ന് പറയുകയല്ലാതെ അച്ഛൻ ഇതുവരെ അവളെ കൊന്നില്ലല്ലോ, അതിൻ്റെയൊക്കെ ഫലമാണ് ഈ അനുഭവിക്കുന്നത്. തന്നെയല്ല, ആദ്യം അവളെ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു കല്യാണം കഴിച്ചു, അതിലൊരു കൊച്ചുണ്ടായി, അതൊക്കെ മറച്ചു വെച്ച്, അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ തോൽവിക്ക് കാരണം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് വിക്രം ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ അമ്മൂമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. കുറേ ആഭരണങ്ങളൊക്കെ കഴുത്തിലണിഞ്ഞ്, മുക്കുപണ്ടൊക്കെ തന്നെയാണ് കഴുത്തിലണിഞ്ഞ്, വലിയ സുന്ദരിയായിട്ട് ആ കല്യാണ വേഷത്തിൽ തന്നെയാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് വിക്രം വരുന്നത് കാണുമ്പോൾ, എന്തായി മോനെ, എന്തായി, അവിടെ ചെന്നിട്ട് അവർ ഷെയർ തരാമെന്ന് പറഞ്ഞോ, ഷെയർ തന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ ഷെയർ തന്നു, ഞാൻ ആ ഷെയർ മുഴുവനും ബാങ്കിലിട്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. ഓ ഭാഗ്യം, എന്തായാലും ഷെയർ തന്നല്ലോ എന്നിങ്ങനെ അമ്മൂമ്മ പറയണം. അമ്മൂമ്മയ്ക്ക് എന്താ, അവരൊന്നും തന്നില്ല, അവർ നമ്മളെ പറ്റിക്കുകയായിരുന്നു, അവർ നമ്മളെ ചതിക്കുകയായിരുന്നു, എല്ലാവരും ചേർന്ന് ചതിക്കുകയായിരുന്നു എന്ന് പറയുന്നു. എന്താ മോനെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അവർ ഇപ്പോൾ ആ കമ്പനിയുടെ എം ഡി ഒക്കെ ഇപ്പോൾ കല്യാണിയൊക്കെയാണ്, അവളൊക്കെയാണ് നമ്മളീ നാശത്തിന് കാരണം, അവളൊക്കെ എൻ്റെ കയ്യിൽ ആ സമയത്ത് ഒരു കത്തി ഉണ്ടായിരുന്നു, ഞാൻ അവളെ കുത്തി മലത്തിയേനെ എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുകയാണ്. അപ്പോൾ നമുക്ക് കേസ് കൊടുത്താലോന്ന് വെച്ചാൽ കേസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല, കാരണം എൻ്റെ പേരിൽ ഓൾറെഡി കേസൊക്കെ കിടക്കുന്നതാണ്. പിന്നെ തന്നെയല്ല, അവർക്ക് ആണെങ്കിൽ പൈസ കൊണ്ട് ഇങ്ങനെ കുറേ കളിക്കുന്നവരാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വിക്രം. അങ്ങനെ ഞാൻ നിൽക്കുന്ന നേരത്താണ് അവിടേക്ക് നമ്മുടെ രാജപ്പനും ബാലനും കൂടി ഓടിക്കളിച്ച് അവിടേക്ക് വരുന്നത്. അപ്പോൾ രാജപ്പനെ കാണുമ്പോൾ അമ്മൂമ്മ പറയാണ്, അയ്യോ ദേ കാലമാടന്മാർ വരുന്നുണ്ടടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നേരെ വരികയാണ് വിക്രത്തിൻ്റെ അരികിലേക്ക്. എങ്ങനെയുണ്ടോ നിൻ്റെ അച്ഛനെന്ന് ചോദിക്കുകയാണ്. അച്ഛന് തീരെ വയ്യ എന്ന് പറയാണ്. അപ്പോൾ അവന് വയ്യെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അവൻ മുകളിലേക്ക് പോയിക്കോട്ടെ, പക്ഷേ എൻ്റെ പൈസ അത് നീ തന്നിരിക്കണം, നിൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനെന്തിനാ നിങ്ങൾക്ക് പൈസ തരുന്നത്, ഞാനല്ലല്ലോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത്, എൻ്റെ അച്ഛനല്ലേ, പിന്നെ എന്തിനാ ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. എടാ നീ എൻ്റെ അടുത്ത് വിളച്ചിലെടുക്കല്ലേ എന്ന് പറയണം. രാജപ്പണ്ണനെ അറിയില്ലേ, ഇപ്പോൾ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നതൊക്കെ നിയമപരമായി വളരെ തെറ്റാണ്, അതിനൊക്കെ ശിക്ഷ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഡാ നീ എന്നോട് കളിക്കാൻ നിൽക്കാണോ, നീ ഇതിനേക്കാളും വലിയ പുള്ളികളെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളതാണടാ, എനിക്ക് നിന്നെയൊക്കെ കൈകാര്യം ചെയ്യാൻ അത്ര പ്രയാസമൊന്നുമില്ല, എൻ്റെ കയ്യിൽ അതിനനുസരിച്ച് പിള്ളേരുണ്ട്, പിന്നെ നീ തന്നിരിക്കണം, എനിക്ക് ആ താലിമാല മാത്രമേ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ, ആ താലിമാല ഒരു 5-6 പവനില്ലേ, അല്ല 5-6 ലക്ഷം രൂപ കിട്ടുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വിക്രം. അപ്പോൾ ആ സമയത്ത് 6 ലക്ഷം ബാക്കി ആര് തരോടാന്ന് ചോദിക്കുകയാണ് രാജപ്പൻ. അപ്പോൾ ആ സമയത്ത് ബാലൻ പറയുന്നുണ്ട്, എന്തായി അവിടെ പോയിട്ട്, അവിടെ നിങ്ങൾക്ക് ഷെയർ ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഷെയർ അല്ല, ഇപ്പോൾ ആ കമ്പനിയുടെ ഓണർ ആ കല്യാണിയാണ്, അവളാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്ന സമയത്ത് ബാലൻ ചിരിക്കുകയാണ്. എന്തായാലും അത് നന്നായി എന്ന് പറയുന്നുണ്ട്. എടാ നീ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് അവരോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ചതിക്കായിരുന്നു എന്നൊക്കെ അമ്മൂമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായിട്ടല്ലല്ലേ നീ നിന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മൂമ്മ പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ നിന്ന സമയത്ത് എനിക്ക് നല്ല ആത്മാർത്ഥത തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങളുടെ അഹങ്കാരം കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ സഹിക്കാൻ കഴിഞ്ഞില്ല, അതിനുള്ളൊരു തിരിച്ചടി നിങ്ങൾക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അത് കിട്ടിയല്ലോ, എന്തായാലും നന്നായി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നത് എന്നും പറഞ്ഞ് ബാലൻ അങ്ങനെ കളിയാക്കാണ്. അപ്പോൾ വിക്രാണിങ്ങനെ കണ്ണു തുറപ്പിച്ച് കാണിടാടാ നീ നോക്കലടാ എന്നെ എന്നിങ്ങനെ ബാലൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രാജപ്പൻ പറയാണ്, നീ എൻ്റെ
കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിൽക്കണ്ട, പറ്റില്ല നിനക്ക്. നിന്റെ കയ്യിൽ നിന്ന് ഞാൻ തന്ന പൈസ ഞാൻ വാങ്ങിച്ചിരിക്കും, നോക്കിക്കോ രാജപ്പൻ ആരാണെന്ന്. ആ പ്രകാശനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ ഡോക്ടറോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ അമ്മമ്മ പറയാണ്, അയ്യോ രാജപ്പ അങ്ങനെ ചെയ്യലടാ, അവിടെ ചെന്ന് നീ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം നിന്ന് പോവടാ, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കലടാ, അവന് ജീവനുണ്ട് കിട്ടില്ലടാ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നോക്കുന്നുണ്ട്. അവൻ പോണെങ്കിൽ പൊക്കോട്ടെ, എനിക്കെന്താന്നൊക്കെ രാജപ്പൻ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെയും അതുപോലെ തന്നെ കാർത്തികയെയും ലക്ഷ്മിയെയാണ്. അങ്ങനെ അവർ ഹോട്ടൽ മുറിയിലിരുന്ന് സംസാരിക്കുകയാണ്. കഴിഞ്ഞ കാര്യങ്ങൾക്ക് കല്യാണി പറയുന്നുണ്ട്, ഇത്രയും നല്ലൊരു ദിവസം, ഇങ്ങനെ സന്തോഷിക്കുന്ന ഒരു ദിവസം കുറേ കാലമായിട്ടൊന്നും കിട്ടിയിട്ടില്ല, ഇത്രയും ജീവിതത്തിൽ ഇത്രയും അധികം സന്തോഷിച്ച ഒരു ദിവസം ഉണ്ടായിട്ടുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്ത് എന്തായാലും അച്ഛനും മോനും കിട്ടേണ്ടത് കിട്ടി, ഇനിയിപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വലിയൊരു തീ കിടക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതല്ലാതെ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഇനി കലങ്ങി തെളിഞ്ഞില്ലേ, ഇനി പറയാം കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ ലക്ഷ്മിയും കാർത്തിയൊക്കെ പറയാണ്. അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പം നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം, നമുക്ക് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ അവിടെ കിരണേട്ടൻ്റെ അമ്മ അവിടെ ഒറ്റയ്ക്കാണ്, അതുപോലെ അച്ഛനും, അവിടേക്ക് നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ചെന്ന് നിൽക്കാമല്ലോ, അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കും വരണമെന്ന് കാർത്തിക പറ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണം, ഞങ്ങളൊക്കെ വരില്ലേ എന്ന് കല്യാണി പറയുന്നുണ്ട്. എന്തായാലും ദീപ അവിടെ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ടല്ലോ, നമുക്ക് എന്തായാലും എന്നാൽ ഇറങ്ങിയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് അവർ 3 പേരും നമ്മുടെ കല്യാണിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ദീപ നല്ലൊരു സദ്യ തന്നെ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയും അതുപോലെ സരയുനെയാണ്. അവരിങ്ങനെ കടൽ തീരത്തിരിക്കുകയാണ്. അപ്പോൾ സന്ധ്യ നേരം ആവാറായി. അപ്പോൾ ആ നേരത്ത് നമ്മുടെ മനു ചോദിക്കുകയാണ്, എന്താ മോൾക്ക് എന്താ പറ്റിയത്, മോൾ കുറേ നേരമായാലും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയല്ലാതെ മോൾ കാര്യം പറയുന്നില്ലല്ലോ, എന്താ എന്നിങ്ങനെ വീണ്ടും ചോദിക്കുകയാണ് മനോഹർ. അപ്പോൾ ആ സമയത്ത് മനുവേട്ടാ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് മനുവേട്ടൻ എന്നെ വെറുക്കരുത് എന്ന് പറയുമ്പോൾ, എന്തായാലും പറയാൻ പോകുന്നത് വലിയൊരു ബോംബ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി, മോള് പറയാനുള്ളത് പറയും, എന്തിനാ മോളെ ഞാൻ വെറുക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ അതല്ല മനുവേട്ടാ, നമ്മുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ആ താര എന്ന് പറയുന്ന സ്ത്രീ വരാറുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അതെ വരാറുണ്ട്, അതിനെ അപ്പം അതിനെ എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ ഞാൻ അവരുടെ മകളാണെന്ന് പറഞ്ഞിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് വരാറ്. അപ്പോൾ എനിക്കിതിൽ കുറച്ച് നാളായിട്ട് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കിരൺ ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അച്ഛനുമായി സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടായിരുന്നു. ആ സമയത്ത് അവരാണ് എൻ്റെ അമ്മ എന്നാണ് അവൻ പറഞ്ഞത്. അത് സത്യമാണോ എന്നറിയാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നീട് നടന്നിരുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്തായി മോളെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെ, ശാരി തൻ്റെ അമ്മയല്ല എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു മനുവേട്ട. അപ്പം അത് കേൾക്കുന്ന മനോഹർ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വല്ലാത്തൊരു അത്ഭുതത്തോടു കൂടി ഒരു ഞെട്ടിയ പോലെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മനോഹർ. സത്യമാണോ മോളെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ മനുവേട്ട. അപ്പോൾ ആ സമയത്ത് മനുവേട്ടൻ എന്നെ വെറുക്കല്ലേട്ടാ എന്ന് പറയുമ്പോൾ, എന്തിനു വെറുക്കുന്നത്, മോളുടെ അമ്മ മാറി എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തിനാ മോളെ വെറുക്കുന്നത്, മോളും മോളുടെ കുഞ്ഞും, നമ്മുടെ കുഞ്ഞും മാറുന്നില്ലല്ലോ, പിന്നെന്താ പ്രശ്നം, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു DNA ടെസ്റ്റ് എങ്ങനെ മോൾ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ കൂട്ടുകാരി ഫോറൻസിക് ലാബിൽ അവൾ അവിടെയുണ്ട്, അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവളാണ് എനിക്കിങ്ങനെ റിപ്പോർട്ട് തന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു DNA ടെസ്റ്റിൽ കാര്യങ്ങൾ എല്ലാതും വിശ്വസിക്കേണ്ട, എന്തായാലും ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അറിയണം, അതും കൂടി നമുക്ക് അറിയണം മോളെ എന്ന് പറയാണ്. എന്തായാലും എന്താ സംഭവിച്ചത്, എൻ്റെ അമ്മ പ്രസവിച്ചു, എൻ്റെ അമ്മയുടെ അരികിൽ കുഞ്ഞു കിടന്നിരുന്നു, പിന്നെ എങ്ങനെയാണ് താരയുടെ മകൾ അവിടെ വന്ന് കിടന്നതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പം മനോഹർ പറയാണ്, അതെ ആ സമയത്ത് മോളുടെ അച്ഛനാണല്ലോ ആ ഹോസ്പിറ്റലിന് കാവൽ നിന്നിരുന്നത്, അയാൾ എന്തെങ്കിലും തരികട ഒപ്പിച്ച് കാണും, അതുകൊണ്ടായിരിക്കും. പിന്നെ മോളുടെ അച്ഛൻ അയാളെ എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടമല്ല, എന്നെ പലപ്പോഴായിട്ട് അയാൾ കുറ്റപ്പെടുത്തുന്നുണ്ട്, എങ്കിലും ഞാൻ അയാളെ സ്നേഹിക്കുന്നതല്ലേ മോള് കണ്ടിട്ടുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതേ മനുവേട്ട, അയാൾ തന്നെയാണ് എൻ്റെ ശത്രു, അയാൾ തന്നെയാണ് ഇതിൻ്റെ ഇടയിൽ കളിച്ചത്, മോളുടെ അമ്മ നിരപരാധിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെ അമ്മ നിരപരാധി തന്നെയാണെന്നൊക്കെ സരയും പറയാണ്. ഇപ്പം എങ്ങനെയുണ്ട് മോളുടെ മനസ്സിന്, എന്നോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞപ്പോൾ മോളുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. തീർച്ചയായും മനുവേട്ട, എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നുണ്ട്, മോള് വിഷമിക്കും ഒന്നും വേണ്ട, എന്തായാലും നമുക്ക് ഇതിനുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, മോള് വിഷമിക്കേണ്ട, ഞാൻ ഇല്ലേ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കണമെന്നുണ്ട്. ഇങ്ങനെ ഭാര്യയെയും മക്കളെയൊക്കെ ചതിക്കുന്നവരുണ്ടല്ലോ, അവര് ലോകം ഉടായ്പാണ്, അവരെ കൊല്ലണം എന്നൊക്കെ മനോഹർ പറയുന്നുണ്ട്. അപ്പം താൻ അങ്ങനെ ഒരാളാണെന്ന് പോലും മനസ്സിലാക്കാതെയൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്.
അങ്ങനെ അതിനുശേഷം അവർ മനോഹറിൻ്റെ തോളിൽ സരയുവിനെ ചാരി കിടക്കുന്നുണ്ട് ആ കടൽ തീരത്ത്. അതിനുശേഷം അവരവിടെ നിന്ന് കാറുമെടുത്ത് പോരുകയാണ്. അങ്ങനെ റോട്ടിൽ ഇടയിൽ വെച്ചിട്ട് അവരവിടെ ഇറങ്ങുകയാണ്. അവിടെ ഒരു കരിക്കിൻ്റെ കട കാണുമ്പോൾ ഇറങ്ങുന്നുണ്ട്. ആ കടയിൽ നിന്ന് കടക്കാരനോട് പറയുന്നുണ്ട്, ചേട്ടാ വെള്ളം കൂട്ടിയിട്ടുള്ള 2 കരിക്ക് ഇങ്ങോട്ട് എടുത്തേ എന്ന് പറയാണ്. അങ്ങനെ 2 കരിക്ക് ആ കടക്കാരൻ വെട്ടിക്കൊടുത്ത് അവർ കുടിക്കാൻ നിൽക്കണ നേരം, മോളെ എന്തായാലും മോള് വിഷമിക്കേണ്ട, ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും സത്യമുണ്ടോ നമുക്കറിയാം, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താവും, എന്തായാലും അയാളൊരു ദുഷ്ടനാണ് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ അവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അതേ സമയത്ത് അവിടേക്ക് മറ്റൊരാൾ വരുന്നുണ്ട്. ഒരാൾ വന്നിട്ട് അയാളും ഒരു കരിക്കിന് ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അയാളാണെങ്കിൽ മനോഹറിനെ ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് നോക്കുന്നുണ്ട്, നന്നായി നോക്കുകയാണ്. അപ്പോൾ മനോഹറിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടെയോ നല്ല കണ്ടുപരിചയമുണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മനോഹർ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഞാനോ? ഇല്ല, ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നാളായിട്ട് ഈ നാട്ടിലുള്ളൂ, ഞാൻ പുറത്താണ് എന്ന് പറയുന്നുണ്ട്. കാണാനൊരു മാർഗവുമില്ല എന്ന് മനോഹർ ഇങ്ങനെ ആകെ ഒരു വെപ്രാളപ്പെട്ട് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കണ്ടു, നല്ല പരിചയമുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആളുടെ മകളുടെ ഭർത്താവല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ട് മനോഹർ ഞെട്ടുകയാണ്. മനോഹർ പറയുന്നുണ്ട്, ഇതാരാണാവും, ഞാൻ കല്യാണം കഴിച്ച ഏതെങ്കിലും പെണ്ണിൻ്റെ ആങ്ങളെയോ അല്ലെങ്കിൽ ആങ്ങളെയല്ല അമ്മാവനോ മറ്റുള്ളവരൊക്കെ ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനൊന്നല്ല എന്ന് അപ്പോൾ സരവി പറയുന്നുണ്ട്, ചേട്ടൻ എന്തായി പറയുന്നത്, ഇത് എൻ്റെ ഭർത്താവാണ് മനോഹർ എന്ന് പറയുന്നുണ്ട്. അയ്യോ സോറി കേട്ടോ, ഇതുപോലെ തന്നെ ഒരാൾ എൻ്റെ ഒരു അടുത്തൊരു കൂട്ടുകാരൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ട് ഒരു 5-6 മാസമൊക്കെ കൂടെ നിന്നിട്ട് ആ പെൺകുട്ടിയുടെ സ്വർണവും പണവുമായിട്ട് അവ മുങ്ങി. അങ്ങനെ ആ കൊച്ച് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആ കൊച്ച് വേറൊരു കല്യാണം കഴിച്ചു, പക്ഷേ ഇവനിൽ ഈ ആദ്യ ഭർത്താവിൽ ഒരു കുഞ്ഞുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അയാൾ. അപ്പോൾ ആ സമയത്ത് മനോഹർ പറയണം, ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്, എന്തായാലും അങ്ങനെയുള്ളവരൊന്നും വെറുതെ വെച്ചേക്കരുത്, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വൃത്തികെട്ടന്മാരാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ എങ്കിലും നല്ല പരിചയമുണ്ട് കേട്ടോ എന്ന് അയാൾ വീണ്ടും പറയണ സമയത്ത് അയാളുടെ അതേ ചായ തന്നെയുണ്ട് കേട്ടോ മോന് എന്നിങ്ങനെ പറയുന്നുണ്ട് അയാൾ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് വെപ്രാളപ്പെട്ട് മനോഹറാണെങ്കിൽ പൈസ വേഗം കൊടുക്കണം കടക്കാരൻ, എത്രയായി എന്നും ചോദിച്ചിട്ട് വേഗം കൊടുത്തിട്ട് ബാക്കി വെച്ചോ, ചേട്ടൻ്റെ പൈസ ഞാൻ കൊടുക്കണോ എന്ന് അയാളോട് ചോദിക്കുന്നുണ്ട്. വേണ്ട സാറേ ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞ അയാൾ അവിടെ നിന്ന് കരിക്ക് കുടിക്കുകയും ഇവർ അവിടെ നിന്ന് മാറി നിൽക്കുകയും കാറിൻ്റെ അരികിലേക്ക് പോവുകയും ചെയ്യാണ്. അപ്പം നമ്മുടെ സാരയെ ചോദിക്കുകയാണ്, അല്ല മനുവേട്ടാ ഇതുപോലെ മനുവേട്ടനെ പോലെ ഈ നാട്ടിൽ ആരൊക്കെയോ ഉണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കണം. അപ്പം എന്താ മോളെ എങ്ങനെ പറഞ്ഞു? അല്ല ഇതുപോലെ ഈ ആൾ പറഞ്ഞ പോലെ പലരും നമ്മളോട് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്നിങ്ങനെ പറയുമ്പോൾ മനോഹർ ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്